സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള ബലിപെരുന്നാൾ ആലുവ കുട്ടമശ്ശേരി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുട്ടമശ്ശേരി യൂണിറ്റ് സംഘടിപ്പിച്ച ഈദ്ഗാഹ് ശ്രദ്ധേയമായി. കുട്ടമശ്ശേരി സലഫി മസ്ജിദ് ചീഫ് ഇമാം ഫൈസൽ ഇബ്രാഹിം നേതൃത്വം നൽകി. കുട്ടമശ്ശേരി പ്രിസം പാർക്കിംഗിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ മതസൗഹാർദ്ദ സന്ദേശവും മധുര പലഹാര വിതരണങ്ങളും ആലിംഗനങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു. കുട്ടമശ്ശേരി സലഫി മസ്ജിദ് ചീഫ് ഇമാമിന്റെ ഈദ് സന്ദേശത്തിലേക്ക് ഏവർക്കും V1 ആലുവയുടെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും മാനവികമായിട്ടുള്ള മൂല്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഒരു ഈദ് ദിനത്തിലാണ് നമ്മളുള്ളത്. ഈദ് ദിനത്തിന്റെ സന്ദേശമായി പറയാനുള്ളത്, പരിപൂർണമായും അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകളിൽ നാം ഉൾപ്പെടണം എന്നാണ് ഒന്നാമതായിക്കൊണ്ട്. കാരണം ഹറാം ഹലാലുകളൊക്കെ വേർതിരിക്കാതെ മനുഷ്യർ ധാർമ്മികതകൾക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരവസ്ഥയിലും നാം ഹറാമുകളെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹലാലുകളിൽ ഉൾപ്പെടുന്ന ആളുകളായിരിക്കണം. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോ ഫലസ്തീനിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധം മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ, സഹോദരങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. നാം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയും ഒന്നൊടുക്കാം എന്ന ചിന്തയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഫലസ്തീനികൾക്ക് യഥാർത്ഥത്തിലുള്ള വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. നാം മനസ്സിലാക്കണം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാം നിരന്തരമായി കൊണ്ട് ഉയർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുവൈറ്റിൽ മരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ, സഹോദരങ്ങളുണ്ട്, എന്ത് മരിച്ച ആളുകളാണ്. അവരുടെയൊക്കെയും കുടുംബങ്ങൾ വലിയ പ്രയാസങ്ങളിലാണ്. ആ കുടുംബങ്ങളുടെ മൊത്തത്തിലുള്ള പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ആശ ഏറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അള്ളാഹു അവർക്ക് അതിജീവനത്തിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബങ്ങൾ മുഴുവൻ ആശ്വസിക്കേണ്ടതുണ്ട്. അതിന് നാം ഏവരും കൈകോർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈദിന്റെ സന്ദേശമായി പറയപ്പെടുന്ന എല്ലാ സന്ദേശങ്ങളിലും നാം അതിന്റെ പരിപൂർണത കൈവരിക്കുകയും അതേപോലെ സത്യസന്ധതയിൽ പാലിക്കുകയും വലമുഖത്തേക്ക് പോകുന്ന നമ്മെ സംഭരിച്ചിടത്തോളം അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്തുകയും വേണമെന്നാണ് ഒരു ഈദിന്റെ സന്ദേശമായി പറയുവാനുള്ളത്. സർവശക്തനായ റബ്ബ് നാം ഏവരെയും തുറക്കുമാറാകട്ടെ.